സ്കാം അലേർട്ട് റിവീൽ ടൈം പാർട്ട് 2. നാളെ ഓൾറെഡി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ സാറ്റർഡേ വീഡിയോ എടുത്തിട്ട്, അല്ലെങ്കിൽ ഞാൻ നാളെ വീഡിയോ എടുത്തിട്ട് സാറ്റർഡേ ഇടുന്ന പോലെ ചെയ്താൽ മതിയോ? വോയിസ് കേട്ട ആളെ മനസ്സിലായി കാണുമല്ലോ. അതെ, ലാസ്റ്റ് ബിഗ് ബോസ് സീസണിൽ വന്ന ആർജെ തന്നെയാണ് കക്ഷി. ഇപ്പൊ ഒരാൾ ഓട്ടം വിളിച്ചിട്ട് 300 രൂപയ്ക്ക് ഓട്ടം വിളിച്ച് ഓടിയിട്ട് പൈസ കൊടുത്തില്ലെങ്കിൽ അത് 300 രൂപയല്ല, ഞാൻ തരുന്നില്ല, നീ പോയിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പോരൂ. തട്ടിപ്പോ കൂടിപ്പോയ 300 രൂപയുടെ സാധനമാണ് അവർ ഈ 2024 കൊളാബിന് തന്നത്, കമ്മലും വലയും. അന്ന് എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം വീഡിയോ എടുത്തു കൊടുക്കാൻ പറ്റിയില്ല. അതിന് ജഗിർ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആർജെ ബിൻസിനെ അറിയാത്തവരായിട്ട് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. നമ്മുടെ കഴിഞ്ഞ ബിഗ് ബോസിലെ താരമാണ്. ചാച്ചൻ്റെ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ഇപ്പോൾ ഈ അപ്പാനി ശരത്തുമായിട്ടൊക്കെ കുറച്ച് വിവാദങ്ങളൊക്കെ ഒരു കാലത്ത് നിലനിന്നിരുന്നു. ഒരു കൊളാബ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞ് ആർജെ ബിൻസി പിന്നീട് നടന്നത് ഒരു വൻ ചതിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അതുകൊണ്ടാണ് പ്ലീസ്. പിന്നെ എൻ്റെ മുഖത്ത് കാണുന്ന ഈ പാടുകളൊക്കെ ഉണ്ടല്ലോ, അത് ഈ ചിക്കൻ ബോക്സ് വന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ്. അതുകൊണ്ട് നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത്. ഞാനിത് എല്ലാ വീഡിയോയിലും പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുഖം കണ്ട് പേടിക്കാതിരിക്കാനാണ്. ഇത് കുറച്ച് കഴിയുമ്പോൾ പോകും, കുറച്ച് സഹകരിക്കുക പ്ലീസ്. സംഭവം നടക്കുന്നത് 2024 ആർജെ ബിൻസി ഒരു ഇഷാബായ് PK എന്ന് പറഞ്ഞ ഒരു ഷോപ്പുമായിട്ട് കൊളാബ് ചെയ്യാമെന്ന് സമ്മതിച്ചതിന് ശേഷം കൊളാബിന് വേണ്ടി കൊടുക്കുന്ന ഒരു പ്രതിഫലമുണ്ട്. അപ്പോൾ അത് കൈപ്പറ്റിയതിന് ശേഷം ഇന്ന് തരാം, നാളെ ചെയ്തു തരാം, മറ്റന്നാൾ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക, ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും നീണ്ടുപോയി. അപ്പോൾ അവർ ആദ്യം ഒരു വീഡിയോ ഇട്ടു, ഇവളെ എന്നെ പേര് പറയാതെ ഒരു ബിഗ് ബോസ് താരം എന്നെ പറ്റിച്ചു എന്നുള്ള രീതിയിൽ. ബട്ട് അതുകൊണ്ടും ആർജെ ബിൻസി ഒരു ആൻസർ പറയാനോ ഒന്നിനും ആൾ വന്നില്ല. ബട്ട് വന്നത് ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് താരങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതാരാണ് പേര് എന്നുള്ളത് വെളിപ്പെടുത്തിയില്ലെങ്കിൽ ഞങ്ങളെല്ലാവരും പ്രതിക്കൂട്ടിൽ കയറേണ്ടി വരും. സോ നിങ്ങൾ ആ പേര് വെളിപ്പെടുത്താൻ പറഞ്ഞു. അങ്ങനെ ആളുടെ രണ്ടാമത്തെ വീഡിയോയിൽ ആ പേര് വെളിപ്പെടുത്തി. അത് മറ്റാരുമല്ല സുഹൃത്തുക്കളെ, നമ്മുടെ ബിഗ് ബോസ് താരം, അതെ, ആർജെ ബിൻസി തന്നെയാണ്. ഓക്കെ, ആർജെ ബിൻസി കൊളാബ് അങ്ങോട്ട് ചോദിച്ചതാണ് കേട്ടോ, ഇങ്ങോട്ടല്ല. ആ ഷോപ്പിലോട്ട് ചോദിച്ച് ഇങ്ങനെ കൊളാബ് വേണോ എന്ന് ചോദിച്ചതിൻ്റെ ഒരു ചാറ്റ് ഉണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് കാണാം. അതായത് ആളിങ്ങോട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. അത് ആ ഡേറ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കട്ടെ. 7 ജൂൺ 2024 ഹേയ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആള് ഹേയ് എന്ന് പറഞ്ഞു. പിന്നെ ആർ യു ലുക്കിംഗ് ഫോർ കൊളാബ്? അപ്പോൾ ആള് യെസ് പറഞ്ഞു. വി ക്യാൻ സെൻഡ് യു അവർ ഏണിങ്സ് ഫോർ എ ബാർട്ടർ കൊളാബ്. ഈ ബാർട്ടർ കൊളാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള എന്തെങ്കിലും ഒരു ഐറ്റം എടുക്കുക, പകരം വീഡിയോ ചെയ്ത് കൊടുക്കുക, അല്ലാതെ പൈസ വെച്ചിട്ടല്ല കൊളാബ്. അപ്പോൾ അതാണ് ഈ ബാർട്ടർ കൊളാബ്. അപ്പോൾ അതിന് ബിൻസി സമ്മതിച്ചിട്ടുണ്ട്, ഓക്കെ പറഞ്ഞു. ക്യാൻ ഐ ചൂസ് ഇറ്റ് ഫ്രം യുവർ പേജ്? അപ്പോൾ ആള് യെസ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു പിക്ചർ കിട്ടിയില്ലേ? ബിൻസി അങ്ങോട്ട് പോയിട്ട് കൊളാബ് ചോദിച്ചതാണ്. ഓക്കെ, ആ ഒരു ചാറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവാൻ സാധിച്ചത് എനിക്കിഷ്ടപ്പെട്ട ഒരു ഐറ്റം ഞാൻ എടുക്കുകയാണ്, അങ്ങനെയുള്ള രീതിയിലാണ് ആൾ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനും ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ആൾ വെളിപ്പെടുത്തിയത്, അതായത് ഇഷാബായ് PK എന്ന് പറഞ്ഞ പേജ്, അതായത് 2 പാർട്ടായിട്ടാണ് അവരിട്ടത്. ഫസ്റ്റ് പാർട്ടിൽ പേര് പറയുന്നില്ല, സെക്കൻഡ് പാർട്ടിലാണ് പേര് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ആ ഫസ്റ്റ് പാർട്ടിൻ്റെ വീഡിയോ ഒന്ന് കാണാം. ഈ ഒരു ലാസ്റ്റ് റീലിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു ബാഡ് കൊളാബ് എക്സ്പീരിയൻസിനെ പറ്റി നമ്മൾ ഷെയർ ചെയ്തിരിക്കും. ആ ഒരു അനുഭവം ബാക്കി ബിസിനസ് പേജസുമായി ഷെയർ ചെയ്യുക എന്നതായിരുന്നു നമ്മുടെ മെയിൻ ഉദ്ദേശം. ആളൊരു ബിഗ് ബോസ് താരമാണെന്നുള്ള ഒരു ക്ലൂ മാത്രമേ നമ്മൾ നൽകിയിരുന്നുള്ളൂ. എന്നാൽ ഒരാൾ മാത്രം ചെയ്ത തെറ്റിന് ബാക്കി ബിഗ് ബോസ് താരങ്ങളെയും ആളുകൾ സംശയിക്കില്ലേ എന്നൊരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയിരുന്നു. കുറച്ച് ബിഗ് ബോസ് താരങ്ങളും ആളെ റിവീൽ ചെയ്യണം എന്ന് പറഞ്ഞ് നമുക്ക് നേരിട്ട് മെസ്സേജ് അയച്ചിരുന്നു. സോ ഇറ്റ്സ് ടൈം ടു റിവീൽ ദ പേഴ്സൺ. തെറ്റ് ചെയ്യാത്തവരാരും ക്രൂശിക്കപ്പെടരുതല്ലോ. ഇതിന്റെ ഒപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് ഈ ഒരു വീഡിയോ പാർട്സ് ആയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മനസ്സിലായില്ലേ? ഇപ്പോൾ നേരത്തെ കണ്ട ഒരു ചാറ്റ് കോളം കണ്ടില്ലേ? അപ്പോൾ അതിൻ്റെ അടിയിൽ ബിൻസി തന്നെ ഒരു കമ്മലിൻ്റെ പിക്കൊക്കെ അയച്ചു കൊടുത്തത് ഉണ്ട്. ഇതാണ് ആ ഒരു കമ്മലിൻ്റെ പിക്ക്. അത് കൊടുത്തിട്ടുണ്ടാവാം.
ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നത് ആർജെ ബിൻസി ആ കട സന്ദർശിച്ചപ്പോൾ അതിനകത്ത് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ പൈസ കൊടുത്ത് മേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൊളാബ് ചോദിച്ചതാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് കൊളാബിന് സെറ്റിൽമെൻറ്റ് ഇട്ടു, ഓക്കെ കൊടുത്തു, എല്ലാം കൈ കൊടുത്തു. സംഭവം ഇത് 2024 കഴിഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ ഇത്രയും നാളില്ലാണ്ട് ഇപ്പോഴാണ് അവർ പൊട്ടിമുളച്ച് വരുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങളിലുണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് അതിൻ്റെ ഒരു ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇങ്ങനൊരു ഗതികേട് വേറെ ആർക്കും വരരുത് എന്നുള്ള ഒരു ഉദ്ദേശം ആണ് അവർ പങ്കുവച്ചിട്ടുള്ളത്. ഇഷ്ടപ്പെട്ട കമ്മലും മാലയൊക്കെ മേടിച്ചിട്ട് 1.5 വർഷം കഴിഞ്ഞിട്ട് ഇന്ന് ചെയ്യും, നാളെ ചെയ്യും, മറ്റന്നാൾ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തു കൊടുക്കാൻ പറ്റാതെ അവരെ ഇട്ടിട്ട് വട്ടം കറക്കുക. അവിടുന്ന് എടുത്ത ഓർണമെൻറ്റ്സൊക്കെ ഇവള് നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ വീഡിയോ കൂടി കാണാം. സ്കാം അലേർട്ട് റിവീൽ ടൈം പാർട്ട് 2. നാളെ ഓൾറെഡി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ സാറ്റർഡേ വീഡിയോ എടുത്തിട്ട് അല്ലെങ്കിൽ ഞാൻ നാളെ വീഡിയോ എടുത്തിട്ട് സാറ്റർഡേ ഇടുന്ന പോലെ ചെയ്താൽ മതിയോ? വോയിസ് കേട്ട ആളെ മനസ്സിലായി കാണുമല്ലോ. അതെ, ലാസ്റ്റ് ബിഗ് ബോസ് സീസണിൽ വന്ന ആർജെ തന്നെയാണ് കക്ഷി. 2024 ജൂണിലാണ് ആള് ഇങ്ങോട്ട് കൊളാബ് ചോദിച്ച് മെസ്സേജ് അയച്ചത്. അയച്ചതിന് ശേഷം കൊളാബിനെ പറ്റി ഓർമ്മിപ്പിക്കുമ്പോഴൊക്കെ ഇടയ്ക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി സമയം കൊടുത്തു. പിന്നീട് ശ്രദ്ധിക്കുമ്പോൾ ആള് വേറെ വീഡിയോസ് ഇടുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ അയക്കുന്ന മെസ്സേജസിന് റിപ്ലൈ ഇല്ലാതെയായി എല്ലാം അപ്പോൾ സീൻ ആക്കുന്നുണ്ടായിരുന്നു. 2025 ജനുവരി വരെ ഞങ്ങൾ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു, എല്ലാത്തിനും സീൻ മാത്രം. ഞങ്ങളുടെ ഒരു ചെറിയ ബിസിനസ് പേജ് അല്ലേ, എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു വീഡിയോ ഇല്ലായിരുന്നു. ബാക്കി ബിസിനസ് പേജസ് ആണ് പ്രതികരിച്ച് ഒരു വീഡിയോ ഇടണം എന്നൊരു മോട്ടിവേഷൻ തന്നത്. ഫസ്റ്റ് വീഡിയോ ഇട്ട അപ്പൊ തന്നെ മെസ്സേജ് വന്നിരിക്കുന്നു. ഒരു ഫ്രണ്ട് വഴിയും മെസ്സേജ് അയച്ചു, സെറ്റിൽ ചെയ്യാം, പ്രൊഡക്ട്സിന്റെ കാശ് തരാം, പിന്നെ വീഡിയോ എങ്ങനെയെങ്കിലും എടുത്തു മാറ്റാമോ എന്നൊക്കെ ചോദിച്ചു. 1.5 വർഷത്തിന് ശേഷമാണെന്ന് ഓർക്കണം, അതും ഈ വീഡിയോ ഇട്ടത് കൊണ്ട് മാത്രം. ഏറ്റവും വിഷമം അതൊന്നുമല്ല, നമുക്ക് പ്രൊഡക്ട്സിന്റെ കാശൊന്നും ഇനി വേണ്ട, ഇത്ര കാലമായില്ലേ. ഞങ്ങളെ പോലുള്ള ഒരു ചെറിയ ബിസിനസ് പേജിനെ പറ്റിച്ചതിന് ആള് ഒരു സോറി മെസ്സേജ് പോലും ഇതുവരെ അയച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് സംഭവം. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് 1.5 വർഷമായിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ പൈസ പറ്റിയിട്ട്, പൈസയ്ക്ക് പകരമായിട്ടുള്ള ഓർണമെൻറ്റ്സ് കൈ പറ്റിയിട്ട്, അതും അങ്ങോട്ട് കയറി അപ്രോച്ച് ചെയ്തൊരു സംഭവം, അങ്ങോട്ട് കയറി കൊളാബ് ആവശ്യപ്പെട്ട ഒരു സംഭവത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു സംഭവം, ഒരു കമ്മലും മാലയും അങ്ങേര് ആ കടയിൽ വെച്ച് കണ്ടു. അപ്പോൾ അത് എങ്ങനെയെങ്കിലും കൈപ്പറ്റണം. അപ്പോൾ അതിനു വേണ്ടി ഒരു കൊളാബിൻ്റെ ഒരു സംഭവം അവർക്ക് അറിയിച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു സംഭവം വാങ്ങി ഉപയോഗിച്ചതിന് ശേഷം ആ പറഞ്ഞ വാക്കിന് വിലയില്ലാതെ ഇപ്പം തരാം, ഇന്ന് തരാം, നാളെ തരാം, മറ്റന്നാൾ തരാം എന്നൊക്കെ പറഞ്ഞത് വളരെ മോശപ്പെട്ട ഒരു അവസ്ഥ തന്നെയാണ്. ഈ ആർജെ ബിൻസി നാഴിക്ക് 40 വട്ടം ബിഗ് ബോസിൽ ചാച്ചൻ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത് എന്ന് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കുന്ന ഈ ഒരു ആൾക്ക് ഈ ഒരു ചെറിയ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇയാളെ തന്നെ അപ്രോച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു കൊളാബ് നടത്തി കൊടുക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അവരും ഈ ഒരു ഉപജീവനം ചെറിയ ചെറിയ രീതിയിലുള്ള കച്ചവടങ്ങളൊക്കെ നടത്തി ജീവിക്കുന്ന ഒരു പാവപ്പെട്ട കച്ചവടക്കാരാണ്. അപ്പോൾ അവരുടെ വീട്ടിലും അടുപ്പ് പോകുകയുണ്ടായി. അപ്പോൾ അവർക്ക് പറ്റാവുന്ന വലിയ പരസ്യങ്ങളൊന്നും ചെയ്യാൻ കഴിവില്ലാത്തതുകൊണ്ടാണ് ഇമാതിരി ചെറിയ പരസ്യങ്ങൾക്കൊക്കെ അവർ വില്ലിങ് ആവുന്നത്. അപ്പോൾ അതിന് ഓക്കെ പറഞ്ഞിട്ട് അതിന് സമ്മതം മൂളിയതിന് ശേഷം ഇമാതിരി രണ്ടാം തരം പരിപാടി കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവും ആർജെ ബിൻസി? ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, ഒരു ഫ്രണ്ട് വഴി മെസ്സേജ് അയച്ചതിന് ശേഷം ഈ വീഡിയോ ഒന്ന് ക്യാൻസൽ ചെയ്യാമോ, ഞാൻ ആ ഒരു ഐറ്റത്തിൻ്റെ പൈസ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജൊക്കെ കണ്ടായിരുന്നു. അവർ ഇപ്പോൾ പൈസ തരാൻ വേണ്ടിയിട്ടല്ലല്ലോ ഇവരുടെ അടുത്തൊരു സംഭവം. ഇപ്പം നമ്മളിപ്പോൾ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പറഞ്ഞ സംഭവം ചെയ്തു കൊടുക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. അതെന്തുകൊണ്ട്? ഇവരൊരു ചെറിയ ഒരു എന്താ പറയുക, ഒരു പാവപ്പെട്ട ഒരു സംരംഭമായതുകൊണ്ട്. നേരെ മറിച്ചൊരു വലിയൊരു സംരംഭമാണെങ്കിലോ അതിനൊരു കൃത്യമായൊരു എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ ഇവർ ഇമാതിരി ഈ ചെറ്റത്തരം കാണിച്ചുകൊണ്ട് നടക്കും. ഇതിപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വന്നതൊന്നുമല്ല. ഇതിപ്പോൾ ഒരു വീഡിയോ ഇട്ടു, അതിപ്പോൾ ഒരു എന്താ പറയുക, ഒരു കാണുന്നവരൊക്കെ പറയും എന്ത് കാട്ടപരാധം പരിപാടിയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു അപരാധിച്ച ഒരു എന്താ പറയുക, ഒരു നാറ്റക്കേസാവും എന്നുള്ളിടത്ത്
തടി ഊരാൻ വേണ്ടിയിട്ട് മൂപ്പരാൾ ചെയ്തിട്ടുള്ള ഒരു പണിയാണിത്. ഞാൻ വേണമെങ്കിൽ പൈസ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ വൈറലായതിനെ തുടർന്ന് വേറെ കുറേ ചാനലുകാരൊക്കെ ഇത് ഏറ്റുപിടിച്ചായിരുന്നു. അതിലൊരു പോസ്റ്റ് വൈറലായി. ആ പോസ്റ്റാണിത്. അതായത് കൊളാബ് ചോദിച്ചു വാങ്ങി വഞ്ചിച്ചു, പറ്റിച്ചത് ചെറിയ ബിസിനസ്സുകാരെ, ഒത്തുതീർപ്പിന് ശ്രമിച്ച് നാണം കെട്ട് RJ ബിൻസി. കൃത്യമായിട്ടുള്ള ഒരു പോസ്റ്റാണത്. അപ്പോൾ അത് കണ്ടിട്ട് RJ ബിൻസിയുടെ കുരു പൊട്ടിയിട്ടുണ്ടാവാം മിക്കവാറും. ഇതിപ്പോൾ കുരു പൊട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇടക്കിടക്ക് പൊട്ടുന്നുണ്ട്. അതായത് ബിഗ് ബോസിനകത്ത് രണ്ടാം വരവിൽ പോയപ്പോഴും ഫസ്റ്റ് ടൈമിൽ ഇറങ്ങി വന്നപ്പോഴും ഒക്കെ ഏറിപ്പോയൊരു വ്യക്തിയാണ്. രണ്ടാം വരവിൽ പോയി ഏറി കയറി. മൂപ്പരാൾ അതിൻ്റെ ഉള്ളിൽ വലിയ സംഭവങ്ങളൊക്കെ ചെയ്തു എന്നുള്ള രീതിയിലാണ് അവിടെ നിന്നിട്ട് ഇറങ്ങി പുറത്തോട്ട് വന്നത്. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ കൊടുത്തതിലും ഏറിപ്പോയിട്ടുണ്ടായിരുന്നു. മസ്താനായിട്ടുള്ളൊരു വിഷയം നടന്ന് അതിനകത്തും ഏറിപ്പോയി. എന്താ പറയുക, മൊത്തത്തിൽ ഇടക്കാലത്ത് മൂപ്പരാളെ പറ്റിയിട്ട് വലിയ എന്താ പറയുക ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴേ പുതിയതായിട്ട് വീണ്ടും പൊട്ടിമുളച്ചുണ്ടാക്കിയിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും തീരില്ല മക്കളെ. RJ ബിൻസിനെ അങ്ങനെ ആരും അടിച്ച് താഴ്ത്താന്ന് വിചാരിക്കേണ്ട. ശക്തമായി എതിർക്കാൻ ശേഷിയുള്ള എന്താ പറയുക, ചാച്ചൻ്റെ ഓട്ടോ വിറ്റിട്ടാണ് ഉപജീവനം കഴിച്ചതെന്ന് എനിക്ക് എവിടെയും തുറന്നു പറയാൻ കഴിവുള്ള കെൽപ്പുള്ള ഒരു ആളാണ് ഞാൻ RJ ബിൻസി. സോ ഇതുകൊണ്ടൊന്നും ഞാൻ തോറ്റു കൊടുക്കില്ല. ഞാൻ ഈ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ, ഈ വൈറലായ പോസ്റ്റിൻ്റെ അടിയിൽ ഞാനൊരു കമൻ്റ് ഇവിടെ പോസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ആ പോസ്റ്റ് ചെയ്ത കമൻറ്റ് ആളെന്നെ മുക്കിക്കളഞ്ഞു. പക്ഷേ ആ പോസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു കമൻറ്റ് ഞാൻ കാണിച്ചു തരാം. തട്ടിപ്പോ അങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിട്ട് പോലും ഇല്ലല്ലോ. ദൈവമേ, നിങ്ങൾക്ക് എവിടെയോ എന്തോ ബസ്സേക്ക് പറ്റിയതാണ് കേട്ടോ. അടുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 300 രൂപയുടെ സാധനമാണ് അവർ 2024 കൊളാബിന് തന്നത്. ഒരു കമ്മലും വളയും. ഇത് ശരിക്കും വായിക്കേണ്ടത് ഇങ്ങനെയല്ല, ഞാൻ പറഞ്ഞുതരാം. തട്ടിപ്പോ കൂടിപ്പോയ 300 രൂപയുടെ സാധനമാണ് അവർ ഈ 2024 കൊളാബിന് തന്നത്, കമ്മലും വലയും. അന്ന് എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം വീഡിയോ എടുത്തു കൊടുക്കാൻ പറ്റിയില്ല അതിന്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കമൻറ്റ് വായിക്കേണ്ടത്. അത് കറക്റ്റായിട്ട് അവരെ അറിയിച്ചതുമാണ്. പിന്നെ അവരോട് പേയ്മെൻറ്റ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു. ഈ പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത് എപ്പോഴാണെന്ന് അറിയില്ലേ, ഈ ആളുടെ പേര് വെളിപ്പെടുത്തിയതിന് ശേഷം. അതും വേറൊരാളുടെ മെസ്സേജ് വിട്ടിട്ട് ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യും, ഞാൻ പേയ്മെൻറ്റ് തരാം. ഇവളുടെ വാക്കിനെ ആര് വിശ്വസിക്കും? വല്ല പട്ടിക്കുഞ്ഞു പോലും വിശ്വസിക്കുമോ? 1-2 തവണയല്ല, 1.5 വർഷമായിട്ട് ഇന്ന് ചെയ്തുതരാം, നാളെ ചെയ്തുതരാം, മറ്റന്നാൾ ചെയ്തുതരാം, അതിൻ്റെ പിറ്റന്നാൾ ചെയ്തുതരാം എന്ന് പറഞ്ഞ ഒരാളുടെ വാക്ക് എന്താ പറയുക, ഒരു പഴയ ചാക്കിൻ്റെ വില പോലും ഇല്ലടേ. അപ്പോൾ അവർ ഇനിയിപ്പോൾ എനിക്ക് പേയ്മെൻറ്റിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയേ പറയുള്ളൂ. അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള തട്ടിപ്പുകൾ ഇനി ഇതുപോലെയുള്ള ചെറുകിട വ്യാപാരികളുടെ അടുത്ത് ചെയ്യാൻ പാടില്ല, അത്ര തന്നെ ഉള്ളൂ. അടുത്തത് നോക്കാം നമുക്ക്. അവർക്കിപ്പോൾ കണ്ടൻറ്റ് വേണം, റീച്ച് വേണം. ആകെപ്പാടെ ആ പേജിൽ റീച്ചുള്ള വീഡിയോ ഇത് മാത്രമാണ്. സോ ഇത് തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് കുറച്ച് റീച്ച് ഉണ്ടാക്കി അവർ ജീവിച്ചു പോട്ടെ. ഇവള് അവരെ ജീവിപ്പിക്കാൻ പോണ്ട. ഇവളാണ് അവരുടെ അടുത്ത് കൊളാബ് ചോദിച്ചത്. സോ അവർക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ, ഇപ്പം അവരുടെ ബിസിനസ് വിപുലീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊളാബ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചത്. സോ അതിൽ നിന്ന് വ്യക്തമാണ് റീച്ചിന് വേണ്ടിയിട്ടാണെന്ന്. പക്ഷേ ഈ ഒരു സംഭവം റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ തന്നെ അവരിപ്പോൾ പോസ്റ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയൊന്നല്ല, വേറെ ലെവലിൽ ചെയ്യാൻ പറ്റും. മനസ്സിലായ? അപ്പോൾ അതും 1.5 വർഷം കാത്തിരിക്കേണ്ട ഒരു കാര്യമില്ല. ഇവളാരാ ഐശ്വര്യ റായോ? നിങ്ങളെല്ലാവരും അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്ക്. പിന്നെ ഈ പോസ്റ്റ് ഇട്ട ചേട്ടനോട് തട്ടിപ്പ് നടത്താനാണെങ്കിൽ വേറെ നല്ല പേജ് കിട്ടില്ലേ ചേട്ടാ? കുറഞ്ഞത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല വില കൂടിയ പ്രോഡക്റ്റ്സ് എടുക്കില്ലേ? ഇതിപ്പോൾ മോശം. എന്ത് കഷ്ടമല്ല, എന്ത് കാട്ടപരാധം പിടിച്ച വർത്താനാണ് RJ ബിൻസി നീ പറഞ്ഞു പോയത്. നീയല്ലേ അങ്ങോട്ട് ചോദിച്ചത്, കൊളാബ് ചോദിച്ചത്, എന്നിട്ട് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ സെലക്ട് ചെയ്ത് അവിടുന്ന് വാങ്ങി കൈപ്പറ്റിയതിന് ശേഷം ഇമ്മാതിരി അപരാധിച്ച വർത്താനം നിങ്ങൾ പറയല്ലേ കേട്ടോ. ഭയങ്കര മോശം, ഇതാണ് മോശം.
നീ പറഞ്ഞതാണ് മോശം. അപ്പോൾ പറയാൻ വന്നത്, ആളുകൾ കുറച്ച് റീച്ചായി വരുമ്പോൾ ഇതുപോലെയുള്ളവർ വരുന്നത് സ്വാഭാവികം. അതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല. കുറച്ച് കൊളാബ് സാരി വീഡിയോസ് എടുക്കാനുണ്ട്. അപ്പോൾ ഓക്കെ ബൈ. കൊളാബ് സാരി വീഡിയോസ് എന്താ പറയുക, ഒരാളുടെ കയ്യിൽ നിന്നൊരു മുതൽ കൈപ്പറ്റിയതിന് ശേഷം ഇന്ന് ചെയ്തുതരാം, നാളെ ചെയ്തുതരാം, മറ്റന്നാൾ ചെയ്തുതരാം എന്ന് പറഞ്ഞ് എന്താ പറയുക, വായിൽ നല്ലതൊന്നും വരുന്നില്ലടേ. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഇപ്പോൾ ആള് പറയണേ എനിക്ക് കൊളാബ് സാരി ചെയ്യാനുണ്ട്, സാരി വീഡിയോസ് എടുക്കാനുണ്ട്. അപ്പോൾ അമ്മാരി പുച്ഛിട്ടിട്ടാണ് ഒരു കമൻ്റ് ഇട്ടത്. പിന്നെ എന്തുകൊണ്ട് ചേച്ചി ഈ കമൻറ്റ് ചേച്ചി എന്നെ മുക്കി കളഞ്ഞു? നല്ല രീതിയിൽ പോളിഷ് ചെയ്തിട്ടുള്ള ഒരു കമൻ്റാണല്ലോ, എന്തിനാണ് പിന്നെ ഇത് മുക്കി കളഞ്ഞത്? ഞാൻ ചിന്തിക്കുക, ഈ 300 രൂപയ്ക്കൊന്നും ഈ ഒരു വിലയില്ലേ? ചാച്ചിൻ്റെ ഓട്ടോ ഓടിച്ച് കിട്ടണ, ഇപ്പോൾ ഒരാൾ ഓട്ടം വിളിച്ചിട്ട് 300 രൂപയ്ക്ക് ഓട്ടം വിളിച്ച് ഓടിയിട്ട് പൈസ കൊടുത്തില്ലെങ്കിൽ അത് 300 രൂപയല്ല, ഞാൻ തരുന്നില്ല, നീ പോയിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പോരോ? എനിക്ക് മനസ്സിലാവണില്ല. ഒരു 300 രൂപ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ വിയർത്ത് വെള്ളമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന ഒരു കാശ്, അത് 50 പൈസയാണെങ്കിലും 1 ഉറുപ്പ്യയാണെങ്കിലും അതിന് അതിൻ്റേതായ വിലയുണ്ട്. അത് അധ്വാനിക്കുന്നവനെ അതിൻ്റെ മഹത്വം മനസ്സിലാവും, അധ്വാനിക്കാത്തവർക്ക് അത് മനസ്സിലാവില്ല. ഇത് മുക്കിക്കളഞ്ഞാലും കാണേണ്ടവരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടതിന് ശേഷം അതിൻ്റെ അടിയിൽ കൃത്യമായിട്ട് ചില ആൾക്കാർ വേറെ കുറേ കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട്. അതിലൊരു കമൻറ്റ് ഞാൻ പറയാം. 300 രൂപയ്ക്കും വാല്യൂ ഉണ്ട്. നിങ്ങൾക്ക് 300 എന്ന് പറയുന്നത് 0 വാല്യൂ ആവും. ബട്ട് പൈസയുടെ വാല്യൂസ് അറിയുന്ന ഞങ്ങൾക്ക് അത് ഇന്നും വാല്യൂ ഉള്ള ക്യാഷാണ്. മോള് കാശിൻ്റെ വാല്യൂ മനസ്സിലാകുന്ന ഒരു ദിവസം വരും. അവരോട് മാപ്പ് പറയാണ് വേണ്ടത്. എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അധ്വാനിക്കുന്നവനെ അതിൻ്റെ വില അറിയുള്ളൂ, അധ്വാനിക്കാത്തവർക്ക് അതിൻ്റെ വില അറിയില്ല. പിന്നെ ഒരു നല്ല മനസ്സും ഉണ്ടാവണം. അതില്ലാത്തവൻ എത്ര തേച്ച് പോളിഷ് ചെയ്താലും ഒന്നും നടപടിയാവില്ല. ഇപ്പോൾ 300 രൂപയ്ക്ക് 300 രൂപയുടെ വാല്യൂ ഉണ്ട്. എന്തായാലും ആർജെ ബിൻസിട്ട ആ കമൻറ്റിന് താഴെ വന്നത് നല്ല രീതിയിലുള്ള തെറിപ്പാട്ടും കാര്യങ്ങളൊക്കെയാണ്. അതിനും ബദലായിട്ട് ഈ ഇഷാബായ് PK എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് ഇപ്പോൾ ബിൻസിക്ക് ഒരു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ പോസ്റ്റ് വായിക്കാം. വില കൂടിയ പ്രോഡക്റ്റ്സ് അല്ല ഞങ്ങളുടെ പേജിലുള്ളത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണെന്നാൽ ഈ കൊളാബറേഷന് ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്നാണ് തുടങ്ങിയത്. ഇപ്പോൾ അതിന് ഉത്തരവാദിത്തം എടുക്കുന്നതിന് പകരം ഞങ്ങളെ ചീപ്പ് ബിസിനസ് എന്നും ചെറിയ ബിസിനസ് എന്നും വില കുറഞ്ഞ സാധനങ്ങൾ വിൽക്കുന്ന രീതിയിലാണ് പറയുന്നത്. ഒരു സോറി പറയാനും പോലും തയ്യാറായിട്ടില്ല. ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്ന കാര്യമാണ്, ഞങ്ങളുടെ ഒരു സ്മോൾ ബിസിനസ്സാണ്. ആളുകൾക്ക് സാധ്യമാകുന്ന വിലയിൽ നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ നൽകുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളുടെ സാധനങ്ങളുടെ വില കുറവാണെന്ന കാരണം കൊണ്ട് ആരും ഞങ്ങളെ പറ്റിക്കാൻ അവകാശമില്ല. ഈവൻ 1 രൂപയായാലും അത് ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. ഞങ്ങളുടെ ഒരു സ്മോൾ ബിസിനസ്സാണ്. ഓക്കെ, വളരെ നല്ലൊരു ഉത്തരവാണ് ആർജെ ബിൻസിക്ക് കൊടുത്തിട്ടുള്ളത്. അതായത് ഇപ്പോൾ ആർജെ ബിൻസി അങ്ങോട്ട് കൊളാബ് ചോദിക്കുമ്പോൾ ആർജെ ബിൻസി കണ്ടില്ലായിരുന്നു, ഇതൊരു ചെറിയൊരു സംരംഭമാണ്, ഇവിടെയുള്ളത് വില കുറഞ്ഞ സാധനങ്ങളാണ്, അതുപോലെ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും വേണ്ടി തുറന്നിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പാവപ്പെട്ടവൻ്റെ സംരംഭമാണ് ഇത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഷോപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ബിൻസി കൊളാബ് ആവശ്യപ്പെട്ടത്. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ അത് മോശമായി പോയത്? അതാണ് ഒരു എന്താ പറയുക, ധാർഷ്ട്യവും ഒരുമാതിരി പുച്ഛവും ഒക്കെ ആയത്. അതായത് മൂപ്പരാൾക്ക് തോന്നുന്നുണ്ടാവും ഞാനങ്ങനെ അങ്ങോട്ട് വളർന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. സോ ഇവന്മാരുടെ ഒന്നും കൊളാബ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമില്ല, ഇവന്മാരൊക്കെ പറ്റിച്ച് കളയാൻ നല്ലത്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടാവും, എനിക്കറിയാൻ വയ്യ. നമ്മളൊരാൾക്ക് കൊളാബ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുക തന്നെ വേണം. കൊളാബ് എന്നല്ല, മീൻസ് നമ്മൾ എന്ത് സാധനം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം അവരുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് കൈപ്പറ്റിയിട്ടുണ്ടോ, നമ്മൾ ആ സംഭവം ചെയ്തു കൊടുക്കുക തന്നെ വേണം. അത് ഇന്നല്ലെങ്കിൽ നാളെ അത് ചെയ്തു കൊടുത്തേ മതിയാവുള്ളൂ.
സോ ഇതിപ്പോൾ ഇങ്ങനെ എന്നിട്ട് പറയുക, ഗണപതി കല്യാണം പോലെ ഇങ്ങനെ നാളെ നീളെ എന്ന് പറഞ്ഞു പോയിട്ട് 1.5 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ആ പൈസ തിരിച്ചു തരാം, എന്നെ നാറ്റിക്കരുതെന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. അവർക്കിപ്പോൾ ഇങ്ങനെയും റീച്ച് ഉണ്ടാക്കാമെന്ന് ഇപ്പോൾ അവർക്ക് വേണമെങ്കിൽ കുറച്ച് നാൾ മുമ്പേ തന്നെ അവർക്ക് ഇങ്ങനെ റീച്ച് ഉണ്ടാക്കാമായിരുന്നു. ബട്ട് അവരത് ഇത്രയും നാൾ ഹോൾഡ് ചെയ്ത് വെച്ചു. എന്നിട്ടും നിൻ്റെ ഭാഗത്ത് നിന്നിട്ട് ഒരു എന്താ പറയുക, ഒരു സോറി എനിക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ളൊരു വാക്ക് പോലും മാന്യമായ രീതിയിൽ ഇത് അവസാനിപ്പിക്കായിരുന്നു. ഇപ്പോൾ ഒരു സോറി പറയാം, അതുപോലെ ആ മേടിച്ച സാധനത്തിൻ്റെ പൈസ കൊടുത്ത് അത് അവസാനിപ്പിക്കാമായിരുന്നു. 1.5 വർഷമായില്ലേ. വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയല്ല വേണ്ടത്. വീഡിയോ ഇട്ടപ്പോൾ ഓടി വന്നിട്ട് പറയാം ഞാൻ പൈസ തരാം വീഡിയോ ഡിലീറ്റ് ആക്കാൻ. അത് ഏത് കോത്താളത്തെ പരിപാടിയാണ്? ഇപ്പോൾ ഇവർക്കും എന്താ പറയുക, ഇപ്പോൾ ഇവർ കൊളാബ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നീ കൊളാബ് ചെയ്ത് കൊടുത്തില്ല, അപ്പം നിന്നെ വെച്ചിട്ട് ഇവർ കുറച്ച് റീച്ച് ഉണ്ടാക്കണം. അതിലൊരു തെറ്റും എനിക്ക് തോന്നണില്ല. ഇതുകൊണ്ടും RJ ബിൻസി ഇതിവിടെ അവസാനിപ്പിക്കാൻ തയ്യാറായില്ല. ഇപ്പോൾ RJ ബിൻസിക്ക് എന്തൊരു തൊലിക്കട്ടിയാണെന്ന് ആലോചിക്കണേ. അപ്പോൾ അത് ആളെന്നെ പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ പോസ്റ്റ് ഒന്ന് കാണാം. ആളുടെ ഇൻസ്റ്റഗ്രാം സ്റ്റാറ്റസ് ആയിരുന്നു. അയ്യേ പോസ്റ്റ് ഇട്ട ചേട്ടൻ ചമ്മിപ്പോയി, എനിക്ക് നാണമുണ്ടെങ്കിലല്ലേ അത് കിടത്തുള്ളൂ. കൃത്യമായിട്ട് ആളെന്നെ മറുപടി വന്നു. ആൾക്ക് നാണമില്ല മാനമില്ല, എന്താ പറയുക, ഒന്നുമില്ല. പിന്നിപ്പോൾ ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ ഇതുകൊണ്ട് തീർന്നില്ല. പ്രമുഖമായിട്ടുള്ള പല ചാനലുകാരും ഒരാളെ വെച്ചിട്ട് ട്രോൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ മലയാളി എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ആ പോസ്റ്റ്. വില കൂടിയ ആഭരണം വാങ്ങി കൊളാബ് ചെയ്യാതെ പറ്റിച്ചു. ബിഗ് ബോസ് താരം RJ ബിൻസിക്കെതിരെ പ്രമോഷൻ തട്ടിപ്പ് ആരോപണം. അപ്പോൾ ചേച്ചി ഇത് കണ്ട വഴിക്ക് ചേച്ചിക്ക് മാസ് തോന്നിയിട്ടുള്ള കുറച്ച് ഡയലോഗും കാര്യങ്ങളും അതിൻ്റെ അടിയിൽ കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു കമൻറ്റ് കാണാം. ഇതാണ് ആ കമൻറ്റ്. തള്ളുമ്പോൾ കുറച്ച് മയത്തിൽ തള്ളു, കൊള്ളാലോ. അതെ, 100 രൂപയുടെ കമ്മലും 150 രൂപയുടെ വളയും ആണോ വില കൂടിയത് എന്ന് ഉദ്ദേശിച്ചത്? ഈ കമൻറ്റ് കാണുന്ന ആളുകൾ ആ പേജ് ഒന്ന് എടുത്ത് നോക്കണേ. അങ്ങനെയെങ്കിലും അവർക്ക് കുറച്ച് റീച്ച് ഉണ്ടാകട്ടെ. അതിനു വേണ്ടിയാണല്ലോ ഈ ആരോപണം നടത്തുന്നത്. ഈ വില കൂടിയത് എന്ന് പറയുമ്പോൾ ചിരി വരുന്നത്. അങ്ങനെ തട്ടിപ്പ് നടത്താനാണെങ്കിൽ വേറെ എത്ര നല്ല പേജുണ്ട്. പൊന്നുമോളെ ബിൻസി, എനിക്കൊന്നും പറയാനില്ല ഇതിനകത്ത്. അല്പമെങ്കിലും ഒരു ഉളുപ്പ്, ലേശം എവിടെയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എല്ലായിടത്തും ഈ പുച്ഛം, ധാർഷ്ട്യം, ഞാനെന്ന ഭാവം, ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതാണ് നിന്നെ താഴ്ത്തുക. ഈ വില കൂടിയതെന്ന് പറയുമ്പോൾ ചിരി വരുന്നുണ്ട് ഇത്ര. അങ്ങനെ തട്ടിപ്പ് നടത്താനാണെങ്കിൽ വേറെ എത്ര നല്ല പേജുണ്ട്. വേറെ കുറേ നല്ല പേജുകളുണ്ട്. വലിയ ആൾക്കാരുടെ അടുത്തൊക്കെ നീ ഇമാതിരി തെണ്ടിത്തരം ചെന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോളെ നിനക്ക് 8ൻ്റെ പണി അധികം വൈകാതെ തന്നെ കിട്ടും. എന്തായാലും ലെവലേശം ഉളുപ്പ് ഇല്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്.